അനീഷയുടെ കേസിൽ ഞാൻ ഒന്നും കൂടി പറയുന്നു, ശ്രീമതി ഉഷ നടത്തുന്ന ആ സമരം അത് വലിയ ഒരു മുന്നേറ്റമാവട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അവർക്ക് നീതി കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്കൊപ്പം നിൽക്കുന്നു. രണ്ട് ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു രോഹിണി. ഒന്ന്, ഇവിടെ ഈ നമ്മുടെ കേരളത്തിലാണ് ഇവരുടെ തന്നെ ഒരു വനിതാ നേതാവ് അവരുടെ തന്നെ പാർട്ടിയിൽപ്പെട്ട ഒരു MLA-ക്കെതിരെ പീഡനക്കുറ്റം ആരോപിച്ചുകൊണ്ട് ഒരു പരാതി കൊടുത്തത്. അത് അന്വേഷണ കമ്മീഷന് വിട്ടു. ഏത് പാർട്ടിയിൽ തന്നെയുള്ള രാഖി CPI-കാരിയാവാം, എന്നാലും A+A ആണല്ലോ, ഒരു വലിയ A ആയിട്ടാണല്ലോ നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ അതിൽ വ്യത്യാസം ഞാൻ വേറൊന്നും പറയുന്നില്ല. അത് ആ പാർട്ടിക്കുള്ളിലെ അന്വേഷണ കമ്മീഷന് വിട്ടു. ആ പാർട്ടിയിലെ അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചതിന് ശേഷം എന്താണ് പുറത്തു വന്ന റിപ്പോർട്ട്? ഇന്നും നമ്മൾക്കൊക്കെ സ്ത്രീകൾക്കൊക്കെ അപമാനകരമായിട്ടുള്ള ഒരു വാചകം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ട്. ആ പീഡനത്തിന് തീവ്രത പോരാ, തീവ്രത കുറഞ്ഞ പീഡനമായിരുന്നു എന്ന് പറഞ്ഞ് അതെടുത്ത് AKG സെന്ററിന്റെ ചവറ്റുകുട്ടയിൽ എറിയുകയൊക്കെ ചെയ്തത്. അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ലേഡിക്ക് പോലും നീതി നിഷേധിക്കപ്പെട്ട സാഹചര്യം. വളരെ രസകരമായ മറ്റൊരു കാര്യം കൂടി പറയാം. ഇടതുപക്ഷ സഹയാത്രികനാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേരിപ്പോൾ വിട്ടുപോയി. ഇടതുപക്ഷ സഹയാത്രികനായി അദ്ദേഹം പറഞ്ഞത് അരൂരൊരു പീഡനമുണ്ടായി. അരൂരിൽ പണ്ട് ഒരു സഖാവായിട്ടുള്ള സ്ത്രീക്ക് പീഡനമുണ്ടായി എന്ന് അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പരാതി ചെല്ലുന്നു. അപ്പോൾ അങ്ങനെ ഒരു പീഡനം നടന്നിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം ആ ശാരീരിക പീഡനത്തിന്റെ തെളിവായി അവർ ഗർഭിണിയാകുന്നു, പ്രസവിക്കുന്നു. അവിടെ എന്താണ് ആ ബ്രാഞ്ച് കമ്മിറ്റി ചെയ്തത്? ആ വനിതയെ, ഇവരുടെയൊക്കെ ഒരുപക്ഷെ അന്വേഷിച്ചാൽ രാഖിയൊക്കെ ഒന്ന് അന്വേഷിക്കണം, ആ വനിതയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഏത് ആ പീഡനത്തിന് ഇരയായ വനിതയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അവിടെ എന്താണ് സ്ത്രീകൾക്ക് നീതി നൽകുന്നു എന്ന് പറഞ്ഞ പാർട്ടിയുടെ വക്താവായിട്ടാണ് രാഖി ഇരിക്കുന്നത്. അവർ പുറത്തു പോകേണ്ടി വന്നു ആ വനിതയ്ക്ക്. ഇന്ന് അരൂര് പീഡന കഥ നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പരിഹാസപരമായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഇത് പുറത്തു പറഞ്ഞത് BJP ഒന്നുമല്ല, അതിന്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കുന്നു. മറ്റൊന്ന്, ഇവരെന്ത് പറഞ്ഞാലും ഉടനെ UP-യിലെ ഉന്നാവ കൊണ്ടുവരും. ഞാൻ പറയട്ടെ രാഖി, ഉന്നാവയിൽ 2012 സമാജ്വാദി പാർട്ടി ഉന്നാവ, ഒരു ഒന്നാം ഉന്നാവയുണ്ട്. നിങ്ങൾ എന്താ അതിനെക്കുറിച്ച് പറയാത്തത്? അഖിലേഷ് യാദവിന്റെ സമയത്ത്, സമാജ്വാദി പാർട്ടിയുടെ സമയത്ത് അവിടെ 22 വയസ്സുള്ള ഒരു ദളിത് പെൺകുട്ടിയെ കൊല നടത്തി. അത് ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ മകന്റെ വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നും കുഴിച്ചെടുത്തു. അങ്ങനെ ഒരു ഉന്നാവ ഉണ്ടായിട്ടുണ്ട്, ഒന്നാം ഉന്നാവ. രണ്ടാം ഉന്നാവയാണ് നിങ്ങൾ ഈ കേൾക്ക്. ഞാൻ പറയട്ടെ കുൽദീപ് എന്ന് പറയുന്ന ആളെ 10 വർഷം ജീവപര്യന്തം തടവിന് യോഗി സർക്കാർ ശിക്ഷിച്ചു. ഇവിടെ നിങ്ങൾ ആരെ ശിക്ഷിച്ചിട്ടുണ്ട്? നിങ്ങൾ ഇവിടെ വാളയാർ പെൺകുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ ഇടുക്കിയിലെ പെൺകുഞ്ഞിന് നീതി വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട വനിതകൾക്ക് നിങ്ങൾ നീതി വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ എവിടെ എന്ത് സ്ത്രീ സംരക്ഷണ പറയുന്നത്? ഇങ്ങനെ ആവർത്തിച്ച് ഈ കേരളത്തിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ പൊതിഞ്ഞു കൊടുക്കുക സ്ത്രീ സംരക്ഷണം. അതിന്റെ വക്താക്കളായിട്ട് മാറിയിരിക്കുക CPM-ന്റെയും CPI-യുടെയും വനിതാ നേതാക്കന്മാർ. ഇവിടെ ഒരു സ്ത്രീ സംരക്ഷണവും നിങ്ങൾ നടക്കുന്നില്ല. നിങ്ങൾ ഇതുപോലെ വന്നിരുന്ന് പൊതിഞ്ഞ് ഞങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ നീതി നിഷേധിക്കപ്പെട്ടവരായി തന്നെ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് 2023 കേരളത്തിൽ ഏതാണ്ട് 19,000-അടുത്ത്, BJP പറഞ്ഞ കണക്കല്ല, ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടാണ്, 19,000-അടുത്ത് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ കണക്ക് കേരളത്തിൽ പുറത്തു വന്നത്. കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ 3.5 കോടി 4 കോടി ജനങ്ങളല്ലേ ഉള്ളൂ. ഇത്രയും വലിയ പെർസെന്റേജിൽ ഇവിടെ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുമ്പോൾ ഈ കേരളം നമ്പർ 1 ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് സഹതപിക്കാനേ സാധിക്കുകയുള്ളൂ രാഖി. നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോടും സഹതപിക്കാനേ സാധിക്കൂ. ഈ അനീഷയ്ക്കെങ്കിലും നിങ്ങൾ നീതി വാങ്ങിക്കൊടുക്കാൻ ഈ മാർച്ച് 8-ാം തീയതി കൂടെ നിൽക്കുക. അനീഷയ്ക്കെങ്കിലും വേണ്ടി നിങ്ങൾ സംസാരിക്കുക. ഇവിടെ പോലീസുകാരുടെ മേൽ ചാരരുത്. കാരണം ഒരു വർഷം 30 പോലീസുകാരാ ശരാശരി ഈ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്, അറിയുവോ? ഒരു വർഷം 30 പോലീസുകാരാ ശരാശരി കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. നിങ്ങൾ പോലീസിന്റെ മേൽ ചാരുമ്പോൾ ഇവിടെ മുതിർന്ന ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ നിയമനമാണ് അവിടുത്തെ DDP-യുടെയും അവിടുത്തെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും APP-യുടെയും. ആ രാഷ്ട്രീയ നിയമനത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ PSC ടെസ്റ്റ് എഴുതി കഷ്ടപ്പെട്ട് രാവും പകലും ഇരുന്ന് പഠിച്ച് ജോലിയെടുത്ത് ജീവിച്ചു വന്ന അനീഷയെ കൊലയ്ക്ക് കൊടുത്തിട്ട് ആ അനീഷയ്ക്ക് വേണ്ടി നിലകൊള്ളാതെ ആ പറയുന്ന രാഷ്ട്രീയ നിയമനം നടത്തിയ ഈ പറയുന്ന നിങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ നിലപാടെടുക്കുമ്പോൾ ഇവിടുത്തെ സമൂഹം നിങ്ങളെ തള്ളിപ്പറയും രാഖി. അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഇതിൽ നടക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതെല്ലാ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് FIR 306 ഇട്ടിട്ടുണ്ടോ?
ഇവരുടെ പേര് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി അല്ലാതെ ഇവരെ എവിടെയെങ്കിലും നിങ്ങൾ പ്രതി ചേർത്തിട്ടുണ്ടോ? എന്തുകൊണ്ട് 48 ദിവസമായിട്ട് സാധിക്കുന്നില്ല? ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നിലനിന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് കിട്ടാത്ത നിയമം ഇവിടെ സാധാരണക്കാരായ പെൺകുട്ടിക്ക് നിങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നുണ്ടോ? എന്നിട്ടാണ് നിങ്ങൾ ഇവിടെ ഉന്നാവ. നിങ്ങൾക്ക് എപ്പോഴും ഇതാണ് വടക്കോട്ട് പായല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയും. കേരളത്തില് സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മണിപ്പൂരിൽ പോകും, ഉത്തരേന്ത്യയിൽ പോകും, ഗുജറാത്തിൽ പോകും, UP യിൽ പോകും. അവിടെയൊക്കെ ഒത്തിരി ഡെവലപ്പ് ചെയ്തു രാഖി.